Hi, hello, Janakila. Welcome back to Crazy Beats Boutique. എന്നത്തെയും പോലെ തന്നെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന 4 അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്ന പോലെ സ്ലബ് കോട്ടൺ സിൽക്കിലും മെഷീൻ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുള്ള അടിപൊളി സ്ലിറ്റഡ് കുർത്തി കളക്ഷൻ ഉണ്ട്. പിന്നെ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്ന അജ്രക് കോട്ടൺ പാനൽ കട്ട് കുർത്തി വന്നിട്ടുണ്ട്. ഒരു അനാർക്കലി പാറ്റേണിലാണിത്. അതിൻ്റെ പാനൽസ് ഒക്കെ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ വേസ്റ്റിൽ നിന്ന് കട്ടിങ് വന്നിട്ടുള്ള അനാർക്കലി അല്ല. അപ്പോൾ അതൊരു അടിപൊളി വെറൈറ്റി ഐറ്റം തന്നെയാണ്. പിന്നെ അതുകൂടാതെ കോട്ടണിൽ വന്നിട്ടുള്ള എ ലൈൻ ഫ്രോക്ക് കളക്ഷൻ ഉണ്ട് വിത്ത് ഷർട്ട് കോളേഴ്സ്. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റയോണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് കാണാനുള്ളത്. സോട്ട് ലൈറ്റ് ആക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ബുട്ടീക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡാണ്. MG റോഡ് നിയർ രാംദാസ് തിയേറ്റർ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ബുട്ടീക്കിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് മുൻകൂട്ടി വിളിച്ച് ചോദിച്ച ഐറ്റം ഉണ്ടോ, സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വരാം. ബിക്കോസ് കുറേ പേര് ഇതുപോലെ ഒരു ഐറ്റം മാത്രം നോക്കി വന്നിട്ട് അത് കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ ബുട്ടീക്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. സോ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബുട്ടീക്കിലേക്ക് വരാം. റൗണ്ടിൽ നിന്ന് നമ്മുടെ MG റോഡിലോട്ട് ഇറങ്ങുമ്പം രാംദാസ് തിയേറ്റർ എത്തേണ്ട, അതിന് മുന്നേ ഇസാഫ് ബാങ്ക് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോറൂം വരുന്നത് കേട്ടോ. ബുട്ടീക്കിലെ കളക്ഷൻസിൻ്റെയൊക്കെ റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിട്ട് അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടും കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വീഡിയോയിലൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കുക, ലൈക്ക് ഷെയർ ഓർ കമൻ്റ് ഒക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ടുള്ള വ്യൂവേഴ്സായിട്ട് നിൽക്കുക. സോ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള വ്യൂവേഴ്സിന് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്. സോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് 1 by 1 കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് കാറ്റലോഗ് വരുന്നത് സ്ലബ് കോട്ടൺ സിൽക്ക് നമ്മൾ ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോൾ വീണ്ടും സ്ലബ് കോട്ടൺ സിൽക്ക് വന്നിരിക്കുകയാണ്. വിത്ത് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്ത് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അടിപൊളി കളേഴ്സിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. 5 കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല പ്യുവർ ആയിട്ടുള്ള നമ്മുടെ വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുക. ആ ഒരു പേർപ്പിൾ ഷെയ്ഡാണ്. പക്ക കളറാണ് വരുന്നത്. വീഡിയോയിൽ നല്ല ഭംഗിയില്ല, ഇതേപോലെ തന്നെ ഭംഗിയുണ്ടാവും. ഇതിനേക്കാളും ഭംഗിയുണ്ടാവും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ, അതിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. സ്ലബ് കോട്ടൺ സിൽക്കിൻ്റെ പ്രത്യേകത അറിയാലോ, സിൽക്ക് പോലത്തെ ഒരു ഷൈനിങ്ങും ഉണ്ട്, എന്നാൽ കോട്ടൺ പോലെ ആയിരിക്കും അതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ. ഓക്കെ, സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. 46 inches ആണ് കുർത്തി ലെങ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് വിത്ത് കോളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഹാഫ് കോളേഴ്സിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ് വരുന്നത്. കോളേഴ്സ് ആണെന്ന് ഓർത്തത് വല്ലാണ്ട് കൂടി നിൽക്കുന്നില്ല. ഇവിടെ വരുമ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചെറിയൊരു വി കട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങോട്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ഓക്കെ, സോ മീഡിയം, ലാർജ്, XL, XXL സൈസസിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെഷീൻ എംബ്രോയിഡറി ആ വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ഫാബ്രിക്കിലും മെഷീൻ എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് വരികയാണ്. സോ സ്ലബ് കോട്ടൺ സിൽക്കിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കിയേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ളത്. കണ്ടോ, നല്ല രസമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു സിൽവർ കളർ ത്രെഡ് വർക്കാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. ദെൻ ഒരു ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷനാണ് അതിൽ പോയിട്ടുള്ളത്. അടിപൊളിയാണ് കാണാൻ വേണ്ടി. നമുക്ക് ഒരു വൈറ്റ് ബോട്ടം തന്നെ മതിയാവും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി. അടിപൊളിയാണ്. ഈവൻ പാർട്ടി വെയർ ആയിട്ടും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. വിത്ത് ലൈനിങ് ആണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിലേക്ക് ലൈനിങ് വരത്തില്ല കേട്ടോ. ഓക്കെ, ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അടിപൊളി ഷെയ്ഡ്സ് ആണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. 799 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലബ് കോട്ടൺ സിൽക്കിൽ നെക്സ്റ്റ് ഷെയ്ഡ് കാണുന്നതിന് മുന്നേ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം കേട്ടോ. നമ്മൾ വീട്ടിൽ കാച്ചി ഉണ്ടാക്കുന്ന നാടൻ കാച്ചിയെണ്ണയാണ്. ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. 200 ml ബോട്ടിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇത് ഒരു ആൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 monthലേക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ 200 ml ബോട്ടിൽ എന്ന് പറയുന്നത്. ദെൻ 100 ml ഉണ്ട്, 300 ml ഉണ്ട്, 500 ml ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെ വാങ്ങി ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്കൊക്കെ 100 ml വാങ്ങി ഉപയോഗിച്ച് നോക്കാം. ആൻഡ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ലിനാണ് കേട്ടോ. ഒരുപാട് പേരായി വന്ന് പറയണു, അമ്മ ഉണ്ടാക്കി തരുന്ന കാച്ചിയെണ്ണയുടെ മണമുണ്ട്, മുത്തശ്ശി ഉണ്ടാക്കി തരുന്ന കാച്ചിയെണ്ണയുടെ മണമാണ്, നെസ്റ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ സ്മെല്ല് ഒട്ടും ഡിസ്കംഫേർട്ട് ആയിട്ടുള്ളൊരു സ്മെല്ലായിരിക്കില്ല. ഒരു
ക്യാംഫറിൻ്റെ ഒക്കെ ഒരു ഡിവൈൻ സ്മെല്ലാണ് ഇതിന് വരുന്നത്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെർബ്സ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നാടൻ കറ്റാർവാഴയാണ് ഉപയോഗിക്കുന്നത്, വരവ് കറ്റാർവാഴയല്ല. ചെമ്പരത്തി, മൈലാഞ്ചി, ആര്യവേപ്പ്, കറിവേപ്പ്, കഞ്ഞുണ്ണി, പനിക്കൂർക്ക, തുളസി, ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വരുന്നത്. അത് കൂടാതെ നമ്മൾ കുറച്ച് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരം, കരിഞ്ജീരകം, ഉള്ളി, നെല്ലിക്ക, ഇതൊക്കെയാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിച്ച് വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ അത്രയും വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വിശ്വസിച്ചൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഇത് ചെയ്യാനായിട്ട് കാച്ചെണ്ണ വീട്ടിലുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ സമയമില്ലാത്തവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ട് വാം ചെയ്യുക, എന്നിട്ട് സ്കാൽപ്പിലേക്ക് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ജെൻറ്റലായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇങ്ങനെ ഒരു വീക്ക്ലി 3 times ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു 1 month ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ റിസൾട്ട് വിസിബിൾ ആയിട്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം. വെറുതെ നമ്മളിത് മേടിച്ച് വെച്ചിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് അങ്ങനെയൊന്നും കാര്യമില്ല. നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വേയിൽ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. 90 days ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടിന് വേണ്ടി പറയുന്നത്. ഉപയോഗിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഹെയറിന് അതൊരു എക്സ്ട്രാ സപ്പോർട്ടായിരിക്കും, എക്സ്ട്രാ ഒരു നറിഷ്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ ഹെയറിന് ഇത് കൊടുക്കുന്നത്. അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉപയോഗം നിർത്തി കഴിഞ്ഞിട്ടുള്ളത്തെ അവസ്ഥ നമുക്കത് പറയാൻ പറ്റില്ല. അത് നമുക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇതിപ്പം മേടിച്ച് 90 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും നമ്മൾ പറയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. വെബ്സൈറ്റ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ അവൈലബിൾ ആണ്. 100 ml, 200 ml, 300 ml, 500 ml 4 റേഞ്ചസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. അല്ലാതെ ഇപ്പോൾ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സപ്പിൽ ഓൾസോ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഓയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആ ഒരു ബോട്ടിൽ കഴിയുമ്പോഴത്തേക്കും ഒരു 1 week അല്ലെങ്കിൽ ഒരു 10 days ബിഫോർ തന്നെ നിങ്ങൾ അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്യുക. ബിക്കോസ് അത്രയും ഒരു ലാഗ് വരുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടാൻ. അതിൻ്റെ ബാച്ച് വൈസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരു 7 to 10 days ഒരു ലാഗ് വരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർ ആ ബോട്ടിൽ ഇപ്പോൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത ബോട്ടിൽ ഓർഡർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാം. അതിലേക്ക് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുമ്പോഴത്തേക്കും അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്കാണ് വരുന്നത്. അതിൻ്റെ ത്രെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു സിൽവർ, പീച്ച് ആൻഡ് ബ്ലൂ കളറിലുള്ള 3 ഷെയ്ഡ്സിലുള്ള ത്രെഡിൻ്റെ വർക്കാണ് അതിനകത്ത് പോയിട്ടുള്ളത്. കോളർ നെക്കാണ് വരുന്നത്. കോളേഴ്സ് കണ്ടല്ലോ, വല്ലാണ്ട് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന കോളേഴ്സ് അല്ല. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ചെറിയൊരു വി നോച്ച് പോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. 46 inches ആണ് കുർത്തി ലെങ്ത് വരുന്നത്. സ്ലബ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്ത് മതിയായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. സ്ലബ് കോട്ടൺ സിൽക്കിൽ അങ്ങനെ വരാറില്ല ഇങ്ങനത്തെ ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, സ്ലിറ്റഡ് പാറ്റേൺ ആണ്. മീഡിയം, ലാർജ്, എക്സൽ, XXL സൈസസ് അവൈലബിൾ ആണ്. 799 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ലബ് കോട്ടൺ സിൽക്ക് കുർത്തിയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്തത് വന്നിട്ടൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. സൂപ്പറാണ് കേട്ടോ. ഓരോ ഷെയ്ഡ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ആവും. നോക്കിക്കുക, വർക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്തൊരു ഗ്രീൻ, യെല്ലോ ആൻഡ് ആ ഒരു സിൽവർ കളർ ത്രെഡ് വർക്കിൻ്റെ കോമ്പിനേഷനാണ് പോയിട്ടുള്ളത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ്. നല്ല മാച്ചായിട്ട് പോകുന്ന കോമ്പിനേഷനാണ് ആ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. കോളർ നെക്കാണ് പോയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വി നോച്ച് ഉണ്ട്. വല്ലാണ്ട് കൂടി നിൽക്കുന്ന നെക്കല്ല കേട്ടോ. സ്ലീവ് 3/4 സ്ലീവ് ആയിട്ടാണ്. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്, സ്ലീവിൽ ലൈനിങ് ഇല്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഈ വീഡിയോയിൽ കാണുന്ന പക്ക കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ. ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. നമുക്ക് നല്ല നല്ല ഫങ്ഷൻസിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു കളക്ഷനാണ്. ഓക്കെ, ബാക്ക് ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു സിൽക്ക് കുർത്തിയൊക്കെ വെയർ ചെയ്താൽ കിട്ടുന്നൊരു ലുക്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ലുക്ക് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസിന് കിട്ടും ഇങ്ങനത്തെ ഈ ഒരു കളക്ഷൻ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 799 ഉള്ളൂ. മീഡിയം, ലാർജ്, എക്സൽ, XXL സൈസസ് അവൈലബിൾ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ദുപ്പട്ടയൊക്കെ വെച്ച് നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത്.
നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ്, ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ബോട്ടിൽ ഗ്രീനിലേക്ക് ഗ്രീൻ, സിൽവർ ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ് ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു മെറൂൺ അല്ല, ആക്ച്വലി അതൊരു വയലറ്റ് ഷെയ്ഡാണ് ത്രെഡ് വർക്ക്. ആ ഒരു വയലറ്റ് കളർ ബോട്ടം വെച്ചിട്ട് പർപ്പിൾ കളർ ബോട്ടം വെച്ചിട്ട് നമുക്കിത് പെയർ ചെയ്യാവുന്നതാണ്. അടിപൊളിയാണ്. ബോട്ടിൽ ഗ്രീനിലേക്ക് ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും സൂപ്പറായിട്ടുണ്ട്. കോളർ നെക്കാണ്, സ്ലബ് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. സ്ലീറ്റഡ് പാറ്റേൺ ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഓരോ ഷെയ്ഡും നമ്മൾ വേറെ ഇത് നിൽക്കുന്ന പിക്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ റെഫർ ചെയ്യാവുന്നതാണ്. ദെൻ ഏതെങ്കിലും ഒരു സൈസ് ഉണ്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറിൽ സൈസ് ഉണ്ടോ എന്നൊക്കെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാനും വെബ്സൈറ്റ് ഈസിയാണ്. പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനും വെബ്സൈറ്റ് ഈസിയാണ്. സോ മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റ് യൂസ് ചെയ്ത് പഠിക്കുക. തീരെ അറിയാത്തവർ മാത്രം വാട്സപ്പിൽ ഓർഡർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം റിപ്ലൈ ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐറ്റം സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ പറ്റാത്തവർ മാത്രം വാട്സപ്പ് ചെയ്യുക. 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടും. സ്റ്റിൽ നമ്മൾ പറയുകയാണ്, വെബ്സൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, ബാക്ക് ഇതുപോലെയാണ്. ബോട്ടിൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. പ്രൈസ് 799. ഈ ഒരു കാറ്റലോഗിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് ഒരു പിങ്കിഷ് പീച്ച് ഷെയ്ഡാണ്. നമ്മുടെ ആ ഒരു കനകാംബരത്തിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡില്ല, അതിൻ്റെയൊക്കെ തന്നെ ഒരു ഡാർക്കർ വേർഷനാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അതിലേക്ക് ക്ലോസർ വ്യൂ നോക്കിക്കുക, വർക്കിൻ്റെ ക്ലോസർ വ്യൂ. നല്ല റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഗ്രീൻ ആൻഡ് ഒരു പീച്ച് കളർ, ദെൻ സിൽവർ ത്രെഡ് വർക്കിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ് പോയിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡാണ്. വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ലുക്കായിരിക്കും. ഒരു ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനായിട്ട് തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു, പാർട്ടി വെയർ ആയിട്ട് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. 799 ഉള്ളൂ. എത്രയും വേഗം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. പറ്റാത്തവർ മാത്രം വാട്സപ്പിൽ 2 നമ്പേഴ്സ് യൂസ് ചെയ്യുക ഓർഡർ ചെയ്യാൻ വേണ്ടി. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വരില്ല. ഇൻ കേസ് വിതിൻ കേരള പോകുന്നത് DTDC വേണ്ട, നിങ്ങൾക്ക് പോസ്റ്റൽ വേണം എന്ന് നിർബന്ധമുള്ളവർ ബുക്ക് ചെയ്യുന്ന സമയത്ത് പറയുക. അതിന് മാത്രം എക്സ്ട്രാ ഒരു 59 റുപ്പീസ് ചാർജ് വരും. അല്ലാതെ പോകുന്നതൊക്കെ DTDC ആയിരിക്കും. DTDC ഫ്രീ ഷിപ്പിംഗ് ആണ്. ദെൻ ഔട്ട്സൈഡ് കേരള നമ്മൾ എല്ലാം സെൻഡ് ചെയ്യുന്നത് വയ നോർമൽ പോസ്റ്റ് ആണ് കേട്ടോ. അത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കാറ്റലോഗിൽ 5 ഷെയ്ഡ്സ് കാണിച്ചു. ഇഷ്ടമുള്ള ഷെയ്ഡ് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് കാറ്റലോഗ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള A-ലൈൻ ഫ്രോക്ക് കളക്ഷൻ ആണ്. വിത്ത് ഷർട്ട് കോളേഴ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു പ്രിന്റ് ആണ്. 3 കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ സെൽഫായിട്ടൊരു ടൈ ആൻഡ് ഡൈ പോലെ പോകുന്നുണ്ട്. ദെൻ അതിൻ്റെ പുറമെ ബ്ലോക്ക് പ്രിൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോട്ടൺ എന്ന് പറയുമ്പോൾ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ഫ്രോക്ക് വരുന്നത്. സീത്രൂ ആയിട്ടുള്ള ഫാബ്രിക് ഒന്നുമല്ല. സോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ടീൽ ഗ്രീൻ്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത്. ഒരു ഡാർക്ക് ടീൽ ഗ്രീൻ ആണ്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ, കണ്ടോ, സെൽഫായിട്ടൊരു ടൈ ആൻഡ് ഡൈ പ്രിൻ്റ് അതിൽ പോകുന്നുണ്ട്. ദെൻ അതിൻ്റെ മുകളിലാണ് ബ്ലോക്ക് പ്രിൻറ്റ്സ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ളത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ് പോകുന്നത്. ദെൻ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാക്കറ്റ് പോയിട്ട് വുഡൻ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. A-ലൈൻ ഫ്ലെയർ ആണ്. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് ചെയ്തേക്കണേ കേട്ടോ. ഏറ്റവും താഴെ വരുമ്പം റഫിൾസും അവൈലബിൾ ആണ്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ വേസ്റ്റിൽ ബെൽറ്റ് ഉണ്ട്. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്ത് നോർമലി ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്ലീവ് വരുന്നത് എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 625 ആണ് കേട്ടോ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ടീൽ ഗ്രീൻ ആണ്. നമുക്ക് സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഈവൻ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഷെയ്ഡാണ്. ഗ്രീനിൻ്റെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ. ഓൾ ഓവർ ഈ ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട്. പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ കണ്ടല്ലോ, ഇതുപോലെയാണ്. സെൽഫായിട്ട് ടൈ ആൻഡ് ഡൈ പോലെ വന്നിട്ട് അതിൻ്റെ മേലെയാണ് ബ്ലോക്ക് പ്രിൻറ്റ്സ് പോയിട്ടുള്ളത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം കേട്ടോ. അടുത്ത ഷെയ്ഡ് ഒരു ബ്ലൂ ആണ് വരുന്നത്. ഒരു ഡെനിം ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കേ, സെൽഫായിട്ട് ടൈ ആൻഡ് ഡൈ പോലെ പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ടൈ ആൻഡ് ഡൈ പോലെ പോയിട്ട് അതിൻ്റെ മേലെ കൂടെ വൈറ്റ് കളറ് ബ്ലോക്ക് പ്രിൻസ് ആണ് പോയിരിക്കുന്നത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. സ്ലീവ് എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്.
വേസ്റ്റിൽ നമ്മൾ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഷേപ്പ് ചെയ്യാനായിട്ട് ഈസിയാണ്. ബാക്കിലോട്ട് ജസ്റ്റ് കെട്ടി വെച്ചാൽ മതി. താല്പര്യമില്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നോർമലി ഷേപ്പ് ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്യുക. ഏറ്റവും താഴെ നമ്മൾ എക്സ്ട്രാ റഫിൾസ് ഓൾസോ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എ ലൈൻ ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത്. വിത്തൗട്ട് ലൈനിങ് ആണ്. കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. 625 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. എല്ലാം നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഡാർക്ക് ടെയിൽ ഗ്രീൻ ആയിരുന്നു. ഇത് വന്നിട്ട് ഡെനിം ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. നെക്സ്റ്റ് ഒരു ഷെയ്ഡും കൂടിയുണ്ട്. ഈ ഒരു കാറ്റലോഗിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് സിമൻ ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡ്സ് ആണ്. ക്ലോസർ വ്യൂ നോക്കിക്കേ, സിമൻ ഗ്രേ ഷെയ്ഡാണ്. ടൈ ആൻഡ് ഡൈ പാറ്റേൺ കാണുന്നുണ്ടെന്ന് വിചാരിക്കണു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാർക്കർ ഷെയ്ഡ്സ് പോലെ കാണുന്നില്ല. അതാണ് ടൈ ആൻഡ് ഡൈ പാറ്റേൺ. ദെൻ അതിൻ്റെ മേലെ ബ്ലോക്ക് പ്രിൻറ്റ്സ്, വൈറ്റ് കളർ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് പോയിരിക്കുന്നത്. ഷർട്ട് കോളർ പാറ്റേൺ ആണ്. സ്ലീവ് എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത്. എ ലൈൻ ഫ്ലെയർ ആണ് വരുന്നത്. ഏറ്റവും താഴെ റഫിൾസും വരുന്നുണ്ട്. ഓൾ ഓവർ ഈ ഒരു പ്രിൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളറിൽ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത് 625 ഓൺലി. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. 625 രൂപയ്ക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ് കാറ്റലോഗാണ്. അടുത്ത കാറ്റലോഗ് വരുന്നത് എക്കെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കുർത്തി പാറ്റേൺ ആണ്. ഇതിൻ്റെ ഇന്നർ വരുന്നത് റിങ്കിൾ റയോൺ ഫാബ്രിക്കിൽ, പ്ലെയിൻ കളർ ഫാബ്രിക്കിലാണ് ഇന്നർ പോലെ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഔട്ടർ ആ ജാക്കറ്റ് പോലെ വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ്. റയോണിൽ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിലാണ് എഗെയിൻ ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് ഓൾസോ വളരെ ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ്. 699 ഉള്ളൂ. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. കുർത്തി ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നല്ലൊരു വൈറ്റ് ആൻഡ് ഒരു മെറൂൺ ബ്രൗൺ ഷെയ്ഡാണ് ഇന്നർ വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ കേട്ടോ. പ്രിൻറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആണ് വൈറ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടി. ഇത്രയും പോർഷൻ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നമുക്കത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ആ ഒരു പാറ്റേൺ. നമുക്കത് തുറക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ദെൻ ഈ ഒരു അകത്ത് ഇന്നർ പോലെ ചെയ്തിരിക്കുന്നത് റിങ്കിൾ റയോൺ ഫാബ്രിക് ആണ്. ഓക്കെ, നല്ല കൂളായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. റയോൺ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഇന്നറിൻ്റെ ഉള്ളിൽ വന്നിട്ട് യോക്ക് പോർഷനിൽ ലൈനിങ് വേറെ പോകുന്നുണ്ട് കേട്ടോ, താഴത്തോട്ടില്ല. റയോണിൽ നമ്മൾ നോർമലി കൊടുക്കാറില്ല. സ്റ്റിൽ ഇതിനകത്ത് യോക്ക് പോർഷനിൽ വേറെ ലൈനിങ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. പ്രൈസ് വരുന്നത് 699. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്ന കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ഒരു മെറൂൺ ബ്രൗൺ കോമ്പിനേഷൻ ആണ്. ബാക്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് കേട്ടോ. റയോൺ ഫാബ്രിക് ആണ് ഇത് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. 699 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്ത കോമ്പിനേഷൻ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. ഗ്രേ കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് ആണ്. ആൻഡ് അകത്ത് ആ ഒരു ഫാബ്രിക് വന്നിട്ട് റിങ്കിൾ റയോൺ ആണ്. നേവി ബ്ലൂ ഷെയ്ഡിലുള്ള റിങ്കിൾ റയോൺ ഫാബ്രിക് വെച്ചിട്ടാണ് ഇന്നർ പോലെ ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റബിൾ ആയിട്ടുള്ള ജാക്കറ്റ് അല്ല, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജാക്കറ്റാണ്. പക്ഷെ നമുക്കത് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് സെപ്പറേറ്റബിൾ ആയിട്ടുള്ള ജാക്കറ്റ് ആണെന്നേ തോന്നൂ, അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നില്ല. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആയിട്ടാണ്. എ ലൈൻ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോർഷൻ അത് സ്റ്റിച്ചഡ് ആണ് കേട്ടോ. നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 699 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. റയോൺ ഫാബ്രിക് ആണ്. അകത്ത് ആ ഒരു ഇന്നർ വരുന്നത് റിങ്കിൾ റയോൺ ആണ്. ആൻഡ് ഈ ഒരു കാറ്റലോഗിൽ വന്നിട്ടുള്ള ലാസ്റ്റ് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളൊരു എന്ത് ഷെയ്ഡ് എന്ന് പറയാം, ഒരു പീച്ച് ഷെയ്ഡ് എന്ന് പറയാം. പീച്ചിൽ അകത്ത് വന്നിട്ട് നേവി ബ്ലൂ ഇന്നർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഒരു പീച്ചിഷ്, ഒരു സാൻഡലിൻ്റെ ഒക്കെ ഒരു പീച്ചില്ലേ, ആ ഒരു പീച്ചാണ് കേട്ടോ വരുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. 699 രൂപയാണ് പ്രൈസ് വരുന്നത്. റയോൺ ഫാബ്രിക് ആണ്. അറ്റാച്ച്ഡ് ജാക്കറ്റ് കുർത്തി പാറ്റേൺ ആണ് വരുന്നത്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ഈ ഒരു ജാക്കറ്റ് പോലെ പോകുന്ന ഈ ഫാബ്രിക് റയോണും അകത്ത് വരുന്ന ഫാബ്രിക് റിങ്കിൾ റയോണും ആണ്. ദെൻ ഇതൊക്കെ തന്നെ സ്റ്റിച്ചഡ് ആണ്. ഈ ബട്ടൺസ് ഒന്നും തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഷോ ബട്ടൺസ് ആണ് അത്. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരു സാൻഡലിൻ്റെ ആ ഒരു പീച്ച് ഷെയ്ഡും നേവി ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 3 കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു ഔട്ട്ഫിറ്റിലുള്ളത്. നമുക്കിനി നമ്മുടെ പാനൽ കട്ട് അജ്രക് കോട്ടണിൽ വന്നിട്ടുള്ള പാനൽ കട്ട് കളക്ഷൻ കാണാം കേട്ടോ. നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അജ്രക് കോട്ടൺ പാനൽ കട്ട് കളക്ഷൻ ആണ്. ഇതിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത്
ഇതിൻ്റെ പാനൽസ് വന്നിട്ട് നമ്മുടെ ഈ പാച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ പാനൽസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേസ്റ്റിൽ കട്ടിങ് ഒന്നുമില്ല, നല്ലൊരു ഷേപ്പിൽ കിടക്കുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വേസ്റ്റിൽ പാനൽസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒന്നുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഷേപ്പിൽ കിടക്കും. പ്രത്യേകിച്ചും വയറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റ് നിങ്ങളുടെ ആ വയറൊക്കെ ഒന്ന് ഒതുങ്ങി കാണിക്കാനായിട്ട് പാനൽ കട്ട് അടിപൊളിയാണ്. 47 ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു പക്ക അനാർക്കലി ടൈപ്പിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത്. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. ബോഡി പോർഷൻ വന്നിട്ട് റെഡിഷ് മെറൂൺ അജ്രക് ഫാബ്രിക്കും യോക്ക് പോർഷനിലേക്ക് ബ്ലാക്ക് കളർ അജ്രക് പാച്ചും ആണ് കൊടുത്തിട്ടുള്ളത്. 3 കോമ്പിനേഷൻസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. യോക്കിൽ നോക്കിക്ക് റിച്ച് ആയിട്ടാണ് ഒറിജിനൽ മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെ വെച്ച് ഹെവി ആയിട്ട് തന്നെ ആ ഒരു യോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിക്ക് നല്ല വൈഡായിട്ട് തന്നെയാണ് അതിൻ്റെ നെക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ദെൻ ബോഡി പോർഷനിൽ അജ്രക് ഫാബ്രിക് നോക്കിക്ക് ഇതുപോലെയാണ്. ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്നൊരു അജ്രക് ഫാബ്രിക്കാണ് ബോഡി പോർഷനിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. 12 പാനൽ കട്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ 6ഉം ബാക്കിൽ 6ഉം ആയിട്ട് അങ്ങനെ മൊത്തം 12 പാനൽ കട്ടാണ് വരുന്നത്. വേസ്റ്റിൽ വേറെ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ഷേപ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ഇത് നിന്നോളും. സ്ലീവ് വരുന്നത് 3/4 സ്ലീവാണ്. സ്ലീവിലേക്ക് ലൈനിങ് വരുന്നില്ല, ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്. അപ്പോൾ നല്ലൊരു പാനൽ കട്ട് അനാർക്കലി പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഒരു ബോട്ടൊക്കെ വെച്ച് നല്ലൊരു അനാർക്കലി പോലെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. 899 ആണ് ഈ ഒരു പാനൽ കട്ട് അനാർക്കലി പാറ്റേണിൻ്റെ പ്രൈസ് വരുന്നത്. വേസ്റ്റിൽ കട്ടിങ് ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വേസ്റ്റിൽ കട്ടിങ് ഇല്ലാതെ പാച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പാനൽസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വന്നിട്ട് റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. പ്രൈസ് വരുന്നത് 899, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കോമ്പിനേഷൻ അടുത്തത് വന്നിട്ട് ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് റെഡിഷ് മെറൂൺ ആണെങ്കിൽ കയ്യിലുള്ളത് ഇപ്പം ഡാർക്ക് മെറൂൺ ആണ്. ക്ലോസർ വ്യൂ നോക്കിക്കേ. യോക്ക് കംപ്ലീറ്റ് ആയിട്ട് റിച്ച് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അത്രയധികം മിറേഴ്സും കട്ട് ബീഡ്സും ഒക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബോഡി പോർഷനിൽ അജ്രക് ഫാബ്രിക്കിൻ്റെ ആ ഒരു പ്രിൻറ്റ് നോക്കിക്കേ ഇങ്ങനെയാണ്. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഫ്രണ്ടിൽ 6 പാനൽസും ബാക്കിൽ 6 പാനൽസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നല്ല ഷേപ്പിൽ കിടക്കും. ഇവിടുന്നേ ഇങ്ങനെ പാനൽസ് വരുന്നുണ്ട്. വേസ്റ്റിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. മീഡിയം, ലാർജ്, XL, XXL സൈസസ് അവൈലബിൾ ആണ്. അടിപൊളി ഫ്ലെയറിലാണ് ചെയ്ത് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 899 രൂപ. അടിപൊളിയാണ് കാണാൻ. ബാക്കിൽ ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനൽ കട്ട് കളക്ഷൻ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന കളക്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സ് എത്രയും വേഗം തന്നെ കൺഫേം ചെയ്യുക കേട്ടോ. സ്ലീവിൽ ലൈനിങ് ഇല്ല, 3/4 സ്ലീവാണ്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഡാർക്ക് മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഇത് വരുന്നത്. 47 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. ഒരു കളറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ പാനൽ കട്ട് കുർത്തിയിൽ വന്നിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലേക്ക് മെറൂൺ കളറ് പാച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് അടിപൊളിയാണ് കാണാൻ. ക്ലോസർ വ്യൂ നോക്കിക്കേ. ബ്ലാക്ക് അജ്രക് ഫാബ്രിക്കാണ് ബോഡി പോർഷനിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനിലേക്ക് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് പാച്ചാണ്. അതിൽ പാച്ചിൽ പ്രിൻ്റ് ഒന്നും കാണുന്നില്ല. അത്രയധികം കട്ട് ബീഡ്സും മിറേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് നല്ല വൈഡായിട്ടുള്ളൊരു നെക്കാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത്. നല്ലൊരു അടിപൊളി ഔട്ട്ഫിറ്റാണ്. 899 ആണ് പ്രൈസ് വരുന്നുള്ളൂ. 899 മോർ ദാൻ വെർത്താണ്. അപ്പോൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യുക. ബോഡി പോർഷൻ ലൈനിങ്ങിലാണ്, സ്ലീവിൽ ലൈനിങ് ഇല്ല. 12 പാനൽ കട്ട് അനാർക്കലി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. 47 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത്ത് വരുന്നത്. അടിപൊളി ഫ്ലെയർ ആണ്. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിടക്കും. കുറച്ച് വയറൊക്കെ ഉള്ളവരൊക്കെ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാനൽ കട്ട് കളക്ഷൻ ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് ഈ ഒരു കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രൊഡക്ട്സ്. വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കുക. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങണം. ദെൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡാമേജസോ ഇഷ്യൂസോ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതില്ലാതെ നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കില്ല. അൺബോക്സിങ് വീഡിയോ മസ്റ്റാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയും ഇത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ആരും തന്നെ അത് സ്കിപ്പ് ചെയ്യരുത്. ഇൻ കേസ് ഇനി പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 1 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചെറിയൊരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഇല്ലാതെ പാക്കറ്റ് ഓപ്പൺ ചെയ്യരുത്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, പക്ഷേ കുറേ പേര് ഇപ്പോഴും സ്കിപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമായിട്ട് വരിക ആ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്ന് സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ 2
സൈസിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ 2 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ എൻക്വയറി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സൈസിലുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷനായിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മീ അഖില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ. താങ്ക് യു.